നമ്മുടെ ആറാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോസ്കിറ്റോ കൺട്രോൾ. ഓക്കെ, മോസ്കിറ്റോ കൺട്രോൾ. അപ്പോൾ എന്താണ് മോസ്കിറ്റോ എന്നറിയണം. മോസ്കിറ്റോ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ബൈറ്റിംഗ് ഇൻസെക്ട്സ് ആണ്. നമ്മുടെ ലോകത്ത് എല്ലായിടത്തും കാണും. ഈ മോസ്കിറ്റോസിന് രണ്ട് ട്രൈബ്സ് ആണ്, അതായത് രണ്ട് വിഭാഗം മോസ്കിറ്റോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? അനോഫിലിൻ മോസ്കിറ്റോസും ക്യൂലസിൻ മോസ്കിറ്റോസും. ഈ അനോഫിലൻ മോസ്കിറ്റോസിൽ ഒരേ ഒരു ജീനസേ ഉള്ളൂ, അതാണ് അനോഫിലസ്. ഓക്കെ, ഇനി ക്യൂലിസിൻ വിഭാഗത്തില് എത്ര മോസ്കിറ്റോസ് വരുന്നുണ്ട്? ക്യൂലെക്സ്, ഈഡിസ് ആൻഡ് മാൻസോണിയ. ഓക്കെ, ഇതാണ് മോസ്കിറ്റോ എന്താണ്, അതിന്റെ രണ്ട് ടൈപ്പ്. ഓക്കെ, ഇനി നമ്മള് ഒരു മോസ്കിറ്റോയുടെ മോർഫോളജി എടുത്ത് നോക്കുകയാണ്. അതിന്റെ പുറമെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മോസ്കിറ്റോയ്ക്ക് സിലിണ്ട്രിക്കൽ ബോഡിയാണ്. അതിന് നമുക്ക് മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഓക്കെ, നമ്മുടെ മോസ്കിറ്റോയുടെ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് ഉണ്ട്, ഒരു നീഡിൽ ലൈക്ക് പ്രൊബോസിസ് ഉണ്ട്. പ്രൊബോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇത് മോസ്കിറ്റോ കൊതു വന്ന് കുത്തുന്ന സാധനം, അതാണ് പ്രൊബോസിസ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? ഒരു പെയർ ഓഫ് പാൽപേ. പാൽപേ എന്ന് പറയുന്നത് അവർക്ക് സെൻസേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. പിന്നെ എന്തുണ്ട്? ആന്റിന ഉണ്ട്. ഈ ആന്റിന എന്ന് പറയുന്നത് മെയിൽസിൽ നല്ല ബുഷി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, ഫീമെയിൽസിൽ അത്രത്തോളം ബുഷി ആയിരിക്കത്തില്ല. ബുഷി എന്ന് വെച്ചാൽ എന്താ? തിക്കിഞ്ഞെരുങ്ങിയിരിക്കുക. ഓക്കെ, അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് മെയിൽസിനെയും ഫീമെയിൽസിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അത് അത്രയും മൈക്രോസ്കോപ്പിക് ലെൻസ് ഒക്കെ വെച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് ഏതാടാ? ടൊറാക്സ്. ഓക്കെ, ടൊറാക്സിലാണ് നമ്മുടെ ആര് വരുന്നത്? വിങ്സ്, ചിറകുകൾ വരുന്നത്. അത് ഒരു പെയർ ആയിരിക്കും. അതുപോലെ തന്നെ ടൊറാക്സിൽ എന്തുണ്ട്? 3 pairs ഓഫ് എന്തും കാണപ്പെടുന്നുണ്ട്? ലെഗ്സും കാണപ്പെടുന്നുണ്ട്. ഇനി അതിന്റെ അബ്ഡോമൻ നോക്കിയാലോ? അബ്ഡോമനിൽ 8 സെഗ്മെന്റ്സ് ആണ് വരുന്നത്. അതില് ഈ 8 സെഗ്മെന്റ്സ് ഉള്ളതില് അവസാനത്തെ 2 സെഗ്മെന്റ്സ് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ മോസ്കിറ്റോയുടെ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ജനൈറ്റാലിയ. ജനൈറ്റാലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെക്സ് ഓർഗൻസ് വരുന്നത്. മെയിൽസിലെ ആ സെക്സ് ഓർഗനെ നമ്മൾ ക്ലാസ്പേഴ്സ് എന്നും ഫീമെയിൽസിലെ സെക്സ് ഓർഗനെ സെർക്കെ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അത്രയൊക്കെ അല്ലേ? ഇനി ഇനി നമ്മുടെ ലൈഫ് സൈക്കിൾ, മൊസ്കിറ്റോയുടെ ലൈഫ് സൈക്കിൾ നമുക്കറിയാം. ഒരു അഡൽട്ട് മൊസ്കിറ്റോ കാണും, അത് എന്ത് ചെയ്യും? എഗ് ലേ ചെയ്യും. എഗ് ലേ ചെയ്യുന്നത് എങ്ങനെയാണ്? റാഫ്റ്റ് ആയിട്ടാ. റാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ കണ്ടില്ലേ, ആ പിക്ചറിൽ കണ്ടില്ലേ? ആ എഗ് എങ്ങനെയായിരിക്കുന്നത്? അടുക്കുകളായിട്ട് അടുക്കുകളായിട്ടാണ് മൊസ്കിറ്റോ എഗ് ലേ ചെയ്യുന്നത്. അതിനെയാണ് റാഫ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത്. ഈ എഗ് എന്ത് ചെയ്യും? ലാർവയാകും. ലാർവ എന്തായിട്ട് മാറും? പ്യൂപ്പ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കാൻ പോകുന്നത്, ലൈഫ് സൈക്കിൾ ഓഫ് മൊസ്കിറ്റോ. ഓക്കെ, അപ്പോ ഒരു അഡൽട്ട് മൊസ്കിറ്റോ എന്ത് ചെയ്യും? എഗ് ലേ ചെയ്യും. ഈ എഗ് എന്ന് പറയുന്നത് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ലാർവയായിട്ട് മാറും. ഓക്കെ, അപ്പോ ഈ എഗ് മെയിൻ ആയിട്ടും നമുക്കറിയാം, കൊതുക് മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. ഓക്കെ, അപ്പോ ഒരു സമയം, അതായത് ഒരു സമയത്ത് 100 മുതൽ 250 മുട്ടകളാണ് ഒരു കൊതുക് ഇടുന്നത്. ഓക്കെ, അതിൽ തന്നെ ഓരോ കൊതുകും ഇടുന്ന മുട്ടകൾക്ക് ഓരോ ഷേപ്പും ഓരോ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ അനോഫിലൻ മോസ്കിറ്റോസ് ആണ് നമ്മുടെ അനോഫിലസ് കൊതുകുകൾ. അനോഫിലസ് എന്താ പരത്തുന്നേ? മലേറിയ. ഓക്കെ, അപ്പൊ അനോഫിലൻ മോസ്കിറ്റോസ് ആണെങ്കിൽ അതിടുന്ന മുട്ടകൾ എങ്ങനെയായിരിക്കും? സിംഗിൾ എഗ് ആയിരിക്കും. അതിനൊരു ബോട്ട് ഷേപ്പ് ആയിരിക്കും. അത് ലാറ്ററൽ ഫ്ലോട്ട്സ്, ആ എഗിന് ലാറ്ററൽ ഫ്ലോട്ട്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ക്യൂലെക്സ് മോസ്കിറ്റോസ് ആണെങ്കിലോ അവര് ക്ലസ്റ്റർ, നല്ല കൂട്ടമായിട്ട്, സിംഗിൾ ആയിട്ടായിരിക്കത്തില്ല, ക്ലസ്റ്റർ ആയിട്ടായിരിക്കും എഗ് ലേ ചെയ്യുന്നത്. ഇവർക്ക് ആ ലാറ്ററൽ ഫ്ലോട്ട് കാണത്തില്ല. ഈഡിസ് മോസ്കിറ്റോസ് ആണെങ്കിൽ സിംഗിൾ ആയിട്ടാണ്, അതിന് സിഗർ ഷേപ്പ് ആണ്, അതിന് ലാറ്ററൽ ഫ്ലോട്ട് കാണത്തില്ല. മാൻസോണിയ മോസ്കിറ്റോസ് ആണെങ്കിൽ അത് ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും, അതിനൊരു സ്റ്റാർ ഷേപ്പ് ആയിരിക്കും. ഈ മാൻസോണിയ മോസ്കിറ്റോസ് എഗ് ലേ ചെയ്യുന്നത് പഠിക്കണം, പിസ്റ്റിയ പ്ലാന്റ്സിന്റെ ലീവ്സിലായിരിക്കും. ഓക്കെ, മാൻസോണിയ എന്താണ് പരത്തുന്നത്? എന്തായിരിക്കും? മന്ത് പരത്തുന്ന മോസ്കിറ്റോ ആണ് മാൻസോണിയ. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒന്നാണ് ഗോണോട്രോപിക് സൈക്കിൾ. 1 മാർക്കിന് ചോദിക്കും. The period between the blood meal and the deposition of egg is called gonotropic cycle. നമുക്കറിയാം, പെൺകൊതുകുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചോര കുടിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവർ ഈ ചോര കുത്തി എടുത്തിട്ട്, ചോര എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ടാ.
അപ്പോൾ ഈ ചോര കുത്തിയെടുത്ത് അവര് എഗ്ഗ് ലേ ചെയ്യുന്ന വരെയുള്ള സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗോണോട്രോപിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോ എഗ്ഗ് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും അതെന്തായിട്ട് മാറും, ലാർവ. ഈ ലാർവ ഒരു 5-7 ദിവസം വരെ ഈ ലാർവൽ ഫോമിൽ എന്ത് ചെയ്യും, അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ലാർവ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഫ്രീ സ്വിമ്മിങ് ക്രീച്ചർ ആണ്. അതായത് സ്വന്തമായി നീന്താൻ കഴിയുന്ന ഒരു ജീവിയാണ് ലാർവ എന്ന് പറയുന്നത്. ഇതിനൊരു ഇലോങ്ങേറ്റഡ് ബോഡിയാണുള്ളത്. അതിനും ഒരു ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ ഉണ്ട്. ഇത് വെള്ളത്തിൽ കാണുന്ന ആൽഗ, ബാക്ടീരിയ, മറ്റ് വെജിറ്റബിൾ മാറ്റർ ഇതിനെയൊക്കെ കഴിച്ചങ്ങനെ ജീവിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, 4 സ്റ്റേജസ് ഓഫ് ഗ്രോത്തിലൂടെ ഇവർ കടന്നു പോകും. ആരാണ്, ഈ ലാർവ 4 സ്റ്റേജസ് ഓഫ് ഗ്രോത്തിലൂടെ കടന്നു പോകും. അതിന് പറയുന്ന പേരാണ് ഇൻസ്റ്റാഴ്സ്. ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം, എന്താണ് ഇൻസ്റ്റാഴ്സ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ PSC ക്വസ്റ്റിന് ലാസ്റ്റ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലാർവ റിക്വയർ എയർ ടു ബ്രീത്ത് ആൻഡ് ഹാവ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി പാർട്ട് കോൾഡ് സൈഫൺ. അതായത് ഈ ലാർവൽ സ്റ്റേജ് ഓഫ് മോസ്കിറ്റോയ്ക്ക് ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ബോഡി പാർട്ട് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സൈഫൺ. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ സൈഫൺ ഇല്ലാത്ത കൊതുക് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാർവൽ സ്റ്റേജിൽ ഈ സൈഫൺ ട്യൂബ് ഇല്ലാത്ത കൊതുകാണ് ഏത്, അനോഫിലസ് മൊസ്കിറ്റോസ്. ഓക്കെ, അനോഫിലസ് മൊസ്കിറ്റോസ് ഒഴിച്ച് ബാക്കി എല്ലാ കൊതുകുകൾക്കും ലാർവൽ സ്റ്റേജിൽ സൈഫൺ ട്യൂബ് ഉണ്ട്. അനോഫിലസിന് മാത്രമാണ് എന്തില്ലാത്തത്, സൈഫൺ ട്യൂബ് ഇല്ലാത്തത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ ലാർവ എന്തായിട്ട് മാറും, പ്യൂപ്പയായിട്ട് മാറും. ഈ പ്യൂപ്പ എന്ന് പറയുന്നത് ഒരു കോമ ഷേപ്പിലിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇതിന് ഹെഡും തൊറാക്സും കൂടെ ഫ്യൂസ് ചെയ്ത് സെഫല്ലോ തൊറാക്സ്. സെഫല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് സെഫല്ലോ. അപ്പൊ ഇത് ഫ്യൂസ് ചെയ്ത് സെഫല്ലോ തൊറാക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഇതിനെന്തുണ്ട്, ഒരു നാരോ, ഒരു ഇടുങ്ങിയ അബ്ഡോമൻ ഉണ്ട്, 2 റെസ്പിറേറ്ററി ട്യൂബ്സ് ഉണ്ട്. അപ്പൊ പ്യൂപ്പൽ സ്റ്റേജിൽ കാണപ്പെടുന്ന മോസ്കിറ്റോയുടെ റെസ്പിറേറ്ററി ട്യൂബിന് പറയുന്ന പേരാണ് ട്രംപെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്യൂപ്പ എന്ന് പറയുന്നത് എന്താണ്, റെസ്റ്റിംഗ് സ്റ്റേജ്. നമുക്കറിയാം ചിത്രശലഭത്തിന്റെ സ്റ്റേജിലായാലും പ്യൂപ്പ എന്ന് പറയുന്നത് എന്താണ്, അവർ റെസ്റ്റിലിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഇവിടെ അതേ തന്നെയാണ്. ഓക്കെ, അപ്പോ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പ്യൂപ്പ എന്തായിട്ട് മാറും, അഡൽട്ട് മോസ്കിറ്റോ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇങ്ങനെ എഗ്ഗ് ഒരു അഡൽട്ട് ആയിട്ട് മാറാൻ, മോസ്കിറ്റോ എഗ്ഗിൽ നിന്ന് അഡൽട്ട് ആയിട്ട് മാറാനായിട്ട് ഒരു 7 to 10 days എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു മോസ്കിറ്റോ എത്ര നാള് ജീവിക്കും, അബൌട്ട് 2 weeks, 2 ആഴ്ചയോളമാണ് ഒരു മോസ്കിറ്റോ ജീവിക്കുന്നത്. മെയിൽസ് ആർ ജനറലി ഷോർട്ട് ലീവ്ഡ്. പെട്ടെന്ന് ചത്തുപോകുന്നത് ആരാണ്, മെയിൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മോസ്കിറ്റോയുടെ ലൈഫ് സൈക്കിൾ. ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് ചോദിക്കും. 15 മാർക്കിന്റെ ഒരു പാർട്ടിൽ 5 മാർക്കായിട്ട് ഈ മോസ്കിറ്റോയുടെ ലൈഫ് സൈക്കിൾ ചോദിക്കും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്, നമ്മുടെ മോസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോ 3 മെത്തേഡ്സ് ആണ് നമുക്ക് ഉള്ളത് മോസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സിൽ. ഫസ്റ്റ് വൺ ആണ് എന്ത്, ആന്റി ലാർവൽ മെഷേഴ്സ്. ലാർവൽ സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. രണ്ടാമത്തത് ആന്റി അഡൽട്ട് മെഷേഴ്സ്, അഡൽട്ടിനെ നശിപ്പിക്കുന്നു. മൂന്നാമത്തത് നമ്മൾ സ്വയം മോസ്കിറ്റോ ബൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോ ആന്റി ലാർവൽ മെഷേഴ്സിൽ ഫസ്റ്റ് വൺ ആണ് എൻവയോൺമെന്റൽ കൺട്രോൾ. എൻവയോൺമെന്റൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സോഴ്സ് റിഡക്ഷൻ. ഓക്കെ, സോഴ്സ് റിഡക്ഷൻ എന്താണ്, ബ്രീഡിംഗ് പ്ലേസസിനെ എലിമിനേറ്റ് ചെയ്യുക. അതായത് ഈ മോസ്കിറ്റോസ് ബ്രീഡ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേസസ്, ഇത് ബ്രീഡ് ചെയ്യുന്നത് എവിടെയാണ്, വെള്ളത്തിലാണ്. ഓക്കെ, അപ്പൊ ആ പ്ലേസസിനെ എലിമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഴ്സ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോഴ്സ് റിഡക്ഷനിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്, ഫില്ലിംഗ്, ലെവലിംഗ് ആൻഡ് ഡ്രെയിനേജ് ഓഫ് ബ്രീഡിംഗ് പ്ലേസസ്. അതായത് മണ്ണ് വെച്ച് ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാം, അതിനെ ലെവൽ ചെയ്യാം, ആ വെള്ളം അവിടെ നിന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്കറിയാം ക്യൂലെക്സ് മൊസ്കിറ്റോസ്. ക്യൂലെക്സ് എന്താ, മന്ത് പരത്തുന്ന മൊസ്കിറ്റോസ് ആണ് ക്യൂലെക്സ് മൊസ്കിറ്റോസ്. അത് പ്രധാനമായിട്ട് ബ്രീഡ് ചെയ്യുന്നത് മലിനജലത്തിലായിരിക്കും, ഡേർട്ടി വാട്ടർ. അപ്പോൾ സെസ്പൂൾസ് ആൻഡ് ഓപ്പൺ ഡിച്ചസിലായിരിക്കും അത് ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രെയിനേജും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈഡീസ് ആണെങ്കിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ വാട്ടർ കളക്ഷൻസിലായിരിക്കും
ഈഡീസ് മൊസ്കിറ്റോസ് എന്ത് ചെയ്യുന്നത്, ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താണ് ചിരട്ട, കുപ്പിയുടെ അടപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ വെള്ളം കെട്ടിക്കിടുന്ന അതിനെ ചരിച്ച് കളയുക. അനോഫിലൻ മൊസ്കിറ്റോസ് ആണെങ്കിൽ എന്താ, അത് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലായിരിക്കും ബ്രീഡ് ചെയ്യുന്നത്. അതിനെ ഒന്നുകിൽ ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയുകയോ ചെയ്യാം. മാൻസോണിയ നമ്മൾ നേരത്തെ പറഞ്ഞു പിസ്റ്റിയ പ്ലാന്റ്സിലാണ് അത് ബ്രീഡ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഹെർബിസൈഡ്സ് യൂസ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയണം. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് മെത്തേഡ്. ആന്റി ലാർവൽ മെഷേഴ്സിലെ ഫസ്റ്റ് മെത്തേഡ് ആണ് എൻവയോൺമെന്റൽ കൺട്രോൾ. സെക്കൻഡ് മെത്തേഡ് ആണ് കെമിക്കൽ കൺട്രോൾ. ഒരു കെമിക്കൽ യൂസ് ചെയ്ത് നമ്മൾ നശിപ്പിക്കാൻ പോവുകയാണ് ലാർവയെ. അപ്പോ അതില് ഫസ്റ്റ് മെത്തേഡ് ആണ് മിനറൽ ഓയിൽസ്. മിനറൽ ഓയിൽസ് എന്ന് വെച്ചാൽ ഇതൊരു ഓൾഡസ്റ്റ് മെത്തേഡാ, ഒന്നുമില്ല. നമുക്കറിയാം ലാർവ കാണപ്പെടുന്നത് വെള്ളത്തിലാണ്. അപ്പോ ഈ വെള്ളത്തിൽ നമ്മൾ ഓയിൽ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരു ഓയിലി ലെയർ ആ വെള്ളത്തിൽ വരും. ആ ഓയിലി ലെയർ വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ എങ്ങോട്ടേക്ക് കിട്ടത്തില്ല, വെള്ളത്തിലോട്ട് കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ലാർവ എന്ത് ചെയ്യും, ചത്തുപോകും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഏതൊക്കെ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, ഡീസൽ ഓയിൽ, ഫ്യൂവൽ ഓയിൽ, കെറോസിൻ, മണ്ണെണ്ണ, MLO, മോസ്കിറ്റോ ലാർവിസിഡൽ ഓയിൽ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പെർ ഹെക്ടർ 40 മുതൽ 90 ലിറ്റർ ഇത്തരത്തിലുള്ള മിനറൽ ഓയിൽ അപ്ലൈ ചെയ്യണം എന്നാണ് ഒരു കണക്ക് പറയുന്നത്. രണ്ടാമത്തെ കെമിക്കലാണ് പാരീസ് ഗ്രീൻ. ഓക്കെ, പാരീസ് ഗ്രീനിന്റെ കെമിക്കൽ നെയിം പഠിക്കണം, കോപ്പർ അസെറ്റോ ആഴ്സനേറ്റ്. അതാണ് പാരീസ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇത് നല്ല എമറോൾഡ് ഗ്രീൻ കളറിലുള്ള ഒരു മൈക്രോ ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. ഇത് വാട്ടറിൽ ലയിക്കത്തില്ല. ഓക്കെ, പാരീസ് ഗ്രീൻ എന്ന് പറയുന്നത് സ്റ്റൊമക് പോയിസൺ ആണ്, പഠിക്കണം. പാരീസ് ഗ്രീൻ എന്താണ്, ഒരു സ്റ്റൊമക് പോയിസൺ ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇത് വാട്ടറിൽ ഇൻസോളുബിൾ ആണ്. നമ്മൾ 2 കിലോഗ്രാം പാരീസ് ഗ്രീൻ 98 കിലോഗ്രാം സോപ്പ് സ്റ്റോൺ സൊല്യൂഷനിൽ ഡൈല്യൂട്ട് ചെയ്താണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ പാരീസ് ഗ്രീൻ എന്ന് പറയുന്നത് മനുഷ്യനോ മറ്റു മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ മത്സ്യങ്ങൾക്കോ ഒരു തരത്തിലുള്ള ഹാനികരവും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ആന്റി ലാർവൽ മെത്തേഡ് ഏതാ, കെമിക്കൽ മെത്തേഡിൽ മൂന്നാമത്തെ ആന്റി ലാർവൽ മെത്തേഡാണ് സിന്തറ്റിക് ഇൻസെക്ടിസൈഡ്സ്. അത് ഏതൊക്കെ യൂസ് ചെയ്യാം, പെന്തിയോൺ, അബേറ്റ് തുടങ്ങിയ സബ്സ്റ്റൻസസ്. ഇതിൽ ഈ അബേറ്റ് എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് നമുക്ക് കിണർ വെള്ളത്തിലും സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഈ സിന്തറ്റിക് ലാർവിസിഡൽ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നത് ലീസ്റ്റ് ടോക്സിക്, അതിന് ടോക്സിസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് മെത്തേഡ് ഓഫ് ആന്റി ലാർവൽ മെഷറിൽ വരുന്നതാണ് ബയോളജിക്കൽ കൺട്രോൾ. അപ്പൊ നമ്മൾ ആന്റി ലാർവൽ മെഷേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമതാണ് നമ്മൾ എൻവയോൺമെന്റൽ മെഷേഴ്സ് പറഞ്ഞു, പിന്നെ കെമിക്കൽ പറഞ്ഞു, മൂന്നാമത്തതാണ് ബയോളജിക്കൽ. ബയോളജിക്കലിൽ ഒന്നുമില്ല, നമ്മുടെ ഈ ലാർവകളെ കഴിക്കുന്ന ഫിഷസ്, ഗപ്പി, ഗംബൂസിയ പോലുള്ള മീനുകളെ വളർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോ ആന്റി ലാർവൽ മെഷേഴ്സ് കഴിഞ്ഞു. ഇനിയുള്ളതാണ് ആന്റി അഡൽട്ട് മെഷേഴ്സ്. ആന്റി അഡൽട്ട് മെഷേഴ്സിൽ നമ്മൾ 3 ടൈപ്പാണ് പറയുന്നത്. ഒന്നാമത്തത് റെസിഡുവൽ സ്പ്രേസ്. റെസിഡുവൽ സ്പ്രേസിൽ നമ്മൾ DDT ആണ് അതിന്റെ ഇൻസെക്ടിസൈഡ് ഓഫ് ചോയ്സ് ഓഫ് ആന്റി അഡൽട്ട് മെഷേഴ്സിൽ റെസിഡുവൽ സ്പ്രേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് DDT. 1 to 2 gram ഓഫ് പ്യുവർ DDT പെർ സ്ക്വയർ മീറ്റർ. വർഷത്തിൽ 1 മുതൽ 3 തവണ ഈ DDT അടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. വാൾസ് ആൻഡ് അതർ സർഫസസിലെ DDT റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ്. നമുക്കറിയാം ചില കൊതുകുകൾ DDT അടിച്ചാൽ പോലും ചത്തുപോകത്തില്ല. ഓക്കെ, അങ്ങനെ DDTയെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയാസിലുള്ള കൊതുകുകളെ കൊല്ലാൻ നമുക്ക് എന്തുണ്ട്, മാലത്തിയോൺ എന്ന് പറയുന്ന വേറൊരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്പേസ് സ്പ്രേ. സ്പേസ് സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മള് പുറത്ത് ഈ കാടുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില്ലേ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോഗിങ്, പുകച്ചു പുറത്ത് ചാടിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് സ്പ്രേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താ, നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈറിത്രം ആണ് നമ്മൾ മെയിൻ ആയിട്ട് സ്പേസ് സ്പ്രേയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതില് പൈറിത്രം എന്താണെന്ന് പഠിക്കണം. പൈറിത്രം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്ലാന്റ്, ക്രിസാന്തിമോ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ് പൈറിത്രം. ഇതില് ഒരു നെർവ് പോയി അടങ്ങിയിട്ടുണ്ട്, എന്റെ പേരാണ് പൈറിത്രം. ഓക്കെ, ഇത്
മിയർ കോണ്ടാക്ട്, അത് ആ ഇൻസെക്റ്റുമായിട്ട് ഒന്ന് കോണ്ടാക്ട് വന്നാൽ തന്നെ ആ ഇൻസെക്റ്റിനെ ഈ ഒരു പോയിസൺ എന്ത് ചെയ്യും, കില്ല് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ ഈ പൈറത്രമൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഡോർസും വിൻഡോസ് ഒക്കെ നന്നായി എന്ത് ചെയ്ത് ക്ലോസ് ചെയ്ത് വേണം നിൽക്കാൻ. ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ടെമ്പററി ആണ്, റെസിഡുവൽ ആക്ഷൻ ഇല്ല. അതായത് പൈറത്രം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാള് അല്ലെങ്കിൽ ആ ഒരു ദിവസം 2 ദിവസം അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ DDT ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു വർഷത്തിൽ 3 തവണയൊക്കെ ചെയ്താൽ മതി, അത്രയും മാസത്തോളം അതിന്റെ ആ ഒരു റെസിഡുവൽ ആക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി സ്പേസ് സ്പ്രേയില് രണ്ടാമത്തെ മെത്തേഡാണ് റെസിഡുവൽ ഇൻസെക്ടിസൈഡ്സ്. ഓക്കെ, അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാലത്തിയോൺ, പെനിത്രിയോൺ പോലുള്ള ഇൻസെക്ടിസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്താ സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അൾട്രാ ലോ വോളിയം സ്പേസ് സ്പ്രേയിങ് മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ സ്പേസ് സ്പ്രേയിങ്. ഇനി ആന്റി അഡൽട്ട് മെഷേഴ്സിൽ മൂന്നാമത്തേതാണ് ജനറ്റിക് കൺട്രോൾ. ജനറ്റിക് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകുകളെ ജനിതകപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. ഇതൊന്നും അത്ര ആപ്ലിക്കബിൾ അല്ല, ഇപ്പോഴും റിസർച്ചിലുള്ള കാര്യങ്ങളാണിത്. കൊതുകിനെ പിടിച്ചിട്ട് അതിന്റെ ജനറ്റിക്സ് ഒന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, പക്ഷേ എന്താ സയന്റിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ജനറ്റിക് കൺട്രോളിലുള്ള 4 ടെക്നിക്സ് ആണ്: സ്റ്റെറൈൽ മെയിൽ ടെക്നിക്, സൈറ്റോപ്ലാസ്മിക് ഇൻകോമ്പാറ്റബിലിറ്റി, ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ ആൻഡ് ജീൻ പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോ ആന്റി അഡൽട്ട് മെഷേഴ്സ് കഴിഞ്ഞു. ഇനി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മൊസ്കിറ്റോ ബൈറ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്താ, മൊസ്കിറ്റോ നെറ്റ്, കൊതുക് വലകൾ ഉപയോഗിക്കുക. കൊതുക് വല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വൈറ്റ് കളറിലുള്ളതായിരിക്കണം. അതിന്റെ ആ ഒരു ഹോൾ ഇല്ലേ, അത് റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതായിരിക്കണം. ആ ഹോളിന്റെ സൈസ് 0.0475 ആയിരിക്കണം. ഇനി ഒരു സ്ക്വയർ ഇഞ്ചില് എത്ര നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കണം ഒരു കൊതുക് വലയില്? 180 ഹോൾസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വീടിനൊക്കെ ചുറ്റിനും കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസ് മെറ്റീരിയൽ വെച്ചിട്ട് എന്താ സ്ക്രീനിങ്, വലിയ വലിയ സ്ക്രീൻ പോലെ കെട്ടി വെക്കുക. അതിലെന്ത് കാണും, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണും. അപ്പൊ കൊതുക് എന്ത് ചെയ്യത്തില്ല, അകത്തേക്ക് വരത്തില്ല. പക്ഷെ ഇതിന്റെ ഒരു ഡീമെറിറ്റ്, അംബാനിയെ പോലുള്ള ആൾക്കാർക്കൊക്കെ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെയും ഒരു ഹോളിന്റെ സൈസ് പറയുന്നത് 0.0475 ആണ്. പക്ഷെ ഇതൊരു എക്സലന്റ് മെത്തേഡാണ് മൊസ്കിറ്റോ ബൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള. പിന്നെ ഒരു മെത്തേഡ് പറയുന്നത് റെപ്പലൻസ് യൂസ് ചെയ്യുക. റെപ്പലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീംസ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് DET, ഡൈഇഥൈൽ ടൊളുഅമൈഡ്. അതിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ് ഓഡോമോസ് ക്രീംസ് ഒക്കെ നമ്മൾ പുറത്താറുണ്ട്. അതാണ് റെപ്പലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ മൊസ്കിറ്റോ സൈക്കിൾ പഠിക്കണം, മൊസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സും പഠിക്കണം. ഓക്കെ, ടോട്ടൽ ഒരു 15 മാർക്കിന് ചോദിക്കും.